നമസ്കാരം. സേവിങ്സ് അക്കൗണ്ട് ഉടമകൾക്ക് ലഭ്യമായ സൗജന്യ ATM ഇടപാടുകളുടെ എണ്ണത്തിൽ SBI മാറ്റങ്ങൾ വരുത്തിയിരിക്കുകയാണ്. SBIയിലും മറ്റ് ബാങ്ക് ATMകളിലും നടത്തുന്ന സാമ്പത്തികേതര ഇടപാടുകൾക്കും പരിഷ്കരിച്ച ഈ നയം ബാധകമാണ്. പുതിയ നയം അനുസരിച്ച് എല്ലാ ഉപയോക്താക്കൾക്കും അവരുടെ ശരാശരി പ്രതിമാസ ബാലൻസോ സ്ഥലമോ പരിഗണിക്കാതെ SBI ATMകളിൽ 5 സൗജന്യ ഇടപാടുകൾ, മറ്റ് ബാങ്ക് ATMകളിൽ 10 സൗജന്യ ഇടപാടുകളും നടത്താനാകും. ശരാശരി പ്രതിമാസം ബാലൻസ് 25,000 രൂപയ്ക്കും 50,000 രൂപയ്ക്കും ഇടയിൽ നിലനിർത്തുന്ന ഉപയോക്താക്കൾക്ക് മറ്റ് ബാങ്ക് ATMകളിൽ 5 സൗജന്യ ഇടപാടുകളും ഉണ്ടായിരിക്കും. 1 ലക്ഷം രൂപയിൽ കൂടുതലുള്ള പ്രതിമാസ ബാലൻസ് ഉള്ള അക്കൗണ്ട് ഉടമകൾക്ക് SBIയിലും മറ്റ് ബാങ്ക് ATMകളിലും പരിധിയില്ലാത്ത സൗജന്യ ഇടപാടുകളും നടത്താനാകും. സൗജന്യ ATM ഇടപാടുകളുടെ പ്രതിമാസ പരിധി കവിഞ്ഞാൽ SBI ATMകളിൽ ഓരോ ഇടപാടിനും 15 രൂപയും GSTയും ഈടാക്കും. ഏത് സ്ഥലത്തെ ATM ആണെന്നത് പരിഗണിക്കാതെയാണ് ഈ ഫീസ് ഈടാക്കുക. പ്രതിമാസ പരിധി കവിഞ്ഞാൽ മറ്റ് ബാങ്കുകളുടെ ATMകളിലെ ഇടപാടുകൾക്ക് മെട്രോ നഗരങ്ങൾ ഉൾപ്പെടെ എല്ലാ മേഖലകളിലും ഓരോ ഇടപാടിനും 21 രൂപയും GSTയും ഈടാക്കും. ബാലൻസ് പരിശോധിക്കുന്നതിനും മിനി സ്റ്റേറ്റ്മെന്റുകൾക്കും SBI ATMകളിൽ യാതൊരു നിരക്കും ഈടാക്കില്ല. എന്നാൽ മറ്റ് ബാങ്കുകളുടെ ATMകളിൽ 10 രൂപയും GST ഫീസും ബാധകമാണ്. കൂടാതെ 2025 മെയ് 1 മുതൽ ATM ഇടപാട് ഫീസ് ഓരോ ഇടപാടിനും 23 രൂപയായി വർദ്ധിപ്പിച്ചതായി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ATM ഇന്റർചേഞ്ച് ഫീസ് വർദ്ധിപ്പിച്ചതിനെ തുടർന്ന് ATM പിൻവലിക്കലിന്റെ പരമാവധി ഫീസ് ഓരോ ഇടപാടിനും 23 രൂപയായി ഉയർത്തിയതായും കഴിഞ്ഞ മാസം റിസർവ് ബാങ്ക് പ്രഖ്യാപിച്ചിരുന്നു. ATM പണം പിൻവലിക്കലുകളിൽ നിന്ന് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് ഗണ്യമായ വരുമാനം നേടാൻ കഴിയുന്നുണ്ട്. അതേസമയം മറ്റ് പൊതുമേഖലാ ബാങ്കുകൾക്ക് ഈ ഒരു നേട്ടം കൈവരിക്കാനായില്ല. കഴിഞ്ഞ 5 വർഷത്തിനിടെ ATM പണം പിൻവലിക്കലുകളിൽ നിന്ന് SBI 2043 കോടി രൂപയുടെ ലാഭമാണ് നേടിയത്. പഞ്ചാബ് നാഷണൽ ബാങ്കും കാനറ ബാങ്കും മാത്രമാണ് ഈ സേവനങ്ങളിൽ നിന്ന് ലാഭം നേടിയത്. അതേസമയം രാജ്യത്തെ ഏറ്റവും വലിയ ബാങ്കായ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പ്രത്യേക സ്ഥിര നിക്ഷേപ പദ്ധതിയായ SBI അമൃത് വിഷ്ടിയിൽ നിക്ഷേപിക്കാൻ വീണ്ടും അവസരം ഒരുങ്ങുകയാണ്. 2025 മാർച്ച് 31 മുതൽ ഈ ഒരു പദ്ധതി അവസാനിച്ചിരുന്നു. എന്നാൽ ഇത് വീണ്ടും അവതരിപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ SBI. പരിമിതകാല സ്ഥിര നിക്ഷേപ പദ്ധതിയായ അമൃത് വിഷ്ടി ജൂലൈ 16 SBI ആരംഭിച്ചത്. 444 ദിവസത്തെ കാലാവധിയുള്ള പദ്ധതി പ്രകാരം സാധാരണ പൗരന്മാർക്കും പലിശ നിരക്ക് പ്രതിവർഷം 7.25%. മുതിർന്ന പൗരന്മാർക്കുള്ള പലിശ 7.75%. മറ്റൊരു പ്രത്യേകത, ഈ സ്കീമിൽ നിക്ഷേപകർക്ക് അവരുടെ FDയിൽ നിന്ന് വായ്പ എടുക്കാനും ലഭിക്കും. പ്രവാസികളായ ഇന്ത്യക്കാർക്കും ഈ പദ്ധതിയിൽ നിക്ഷേപിക്കാൻ അവസരമുണ്ട്. SBI അമൃത് വൃഷ്ടി സ്കീമിൽ നിക്ഷേപിക്കാനുള്ള ഏറ്റവും കുറഞ്ഞ തുക 1000 രൂപയാണ്. അതേസമയം ഉയർന്ന തുകയ്ക്ക് പരിധിയില്ല. അകാല പിൻവലിക്കലുകൾ നടത്തുകയാണെങ്കിൽ പിഴ നൽകേണ്ടതായി വരും. 5 ലക്ഷം രൂപ വരെയുള്ള നിക്ഷേപങ്ങൾക്ക് 0.50% പിഴ നൽകേണ്ടതായി വരും. 5 ലക്ഷം രൂപയ്ക്ക് മുകളിലും 3 കോടിയിൽ താഴെയുമുള്ള നിക്ഷേപങ്ങൾക്ക് 1% പിഴ നൽകണം. കൂടാതെ 7 ദിവസത്തിന് മുമ്പ് പിൻവലിക്കുന്ന നിക്ഷേപങ്ങൾക്ക് പലിശ നൽകില്ല. എന്നിരുന്നാലും SBI ജീവനക്കാരെയും പെൻഷൻകാരെയും പിഴകളിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. കൂടാതെ അവർക്ക് നിക്ഷേപത്തിന്റെ യഥാർത്ഥ കാലാവധിക്ക് ബാധകമായ പലിശയും ലഭിക്കും.